മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ മിന്നൽ വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ്. ഓപ്പണർ ജയ്സ്വാളിൻ്റെ സെഞ്ചുറി ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ ബലത്തിലായിരുന്നു മത്സരത്തിൽ രാജസ്ഥാൻ്റെ വിജയം. ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ 9 വിക്കറ്റുകളുടെ വിജയമാണ് മത്സരത്തിൽ രാജസ്ഥാൻ സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ 179 എന്ന സ്കോറിൽ എത്തുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാൾ മികവ് പുലർത്തിയപ്പോൾ രാജസ്ഥാൻ വിജയം കണ്ടു. ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം നിലനിർത്താൻ രാജസ്ഥാന് സാധിച്ചു. മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. വളരെ മോശം തുടക്കമാണ് മുംബൈക്ക് ലഭിച്ചത്. ട്രെൻറ്റ് ബോൾട്ടും സന്ദീപ് ശർമ്മയും ചേർന്ന് മുംബൈ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിടുന്നതാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ കണ്ടത്. രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് എന്നീ വമ്പൻ താരങ്ങൾ തുടക്കത്തിൽ തന്നെ കൂടാരം കയറി. ശേഷമെത്തിയ തിലക് വർമ്മയാണ് മുംബൈ ഇന്നിംഗ്സിൻ്റെ നെടുന്തൂണായി മാറിയത്. മത്സരത്തിൽ 45 പന്തുകൾ നേരിട്ട തിലക് 5 ബൗണ്ടറികളും 3 സിക്സറുകളും അടക്കം 65 റൺസ് നേടി. പിന്നീട് മധ്യ ഓവറുകളിൽ മറ്റൊരു യുവതാരം നെഹൽ വധേര വെടിക്കെട്ട് തീർത്തതോടെ മുംബൈയുടെ സ്കോർ കുതിക്കുകയായിരുന്നു. 24 പന്തുകൾ നേരിട്ട വധേര 3 ബൗണ്ടറികളും 4 സിക്സറുമടക്കം 49 റൺസാണ് നേടിയത്. എന്നാൽ ഇന്നിംഗ്സിൻ്റെ അവസാന 5 ഓവറുകളിൽ മതിയായ വെടിക്കെട്ട് തീർക്കാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ല. ഇതോടെ മുംബൈയുടെ സ്കോർ നിശ്ചിത 20 ഓവറുകളിൽ 179 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. മറുവശത്ത് രാജസ്ഥാനായി 5 വിക്കറ്റുകൾ വീഴ്ത്തിയ സന്ദീപ് ശർമ്മ മികച്ച പ്രകടനം പുറത്തെടുത്തു. കേവലം 18 റൺസ് മാത്രം വിട്ടു നൽകിയാണ് സന്ദീപ് മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയത്. 180 എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ഇറങ്ങിയ രാജസ്ഥാന് വെടിക്കെട്ട് തുടക്കമാണ് ഓപ്പണർമാരായ ജയ്സ്വാളും ബട്ട്ലറും നൽകിയത്. പവർ പ്ലേ ഓവറുകളിൽ മുംബൈ ബോളർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ ഇരു ബാറ്റർമാർക്കും സാധിച്ചു. ആദ്യ വിക്കറ്റിൽ 74 റൺസാണ് ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്തത്. ബട്ട്ലർ 25 പന്തുകളിൽ 35 റൺസ് നേടിയാണ് മടങ്ങിയത്. ബട്ട്ലർ പുറത്തായ ശേഷവും ജയ്സ്വാൾ വെടിക്കെട്ട് തീർക്കുന്നതാണ് മത്സരത്തിൽ കണ്ടത്. തനിക്ക് ലഭിച്ച അവസരങ്ങളിലൊക്കെയും പന്ത് ബൗണ്ടറി കടത്താൻ താരത്തിന് സാധിച്ചു. ഒപ്പം സഞ്ജുവും ഒരു നായകൻ്റെ ഇന്നിംഗ്സ് കളിച്ചതോടെ രാജസ്ഥാൻ വിജയത്തിലേക്ക് നീങ്ങി. മത്സരത്തിൽ 59 പന്തുകളിൽ നിന്നായിരുന്നു ജയ്സ്വാൾ തൻ്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത്. 8 ബൗണ്ടറികളും 7 സിക്സറുകളുമാണ് ജയ്സ്വാളിൻ്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത്. സഞ്ജു സാംസൺ 28 പന്തുകളിൽ 38 റൺസുമായി മികച്ച പിന്തുണ നൽകി. 9 വിക്കറ്റുകളുടെ വിജയമാണ് രാജസ്ഥാൻ മത്സരത്തിൽ നേടിയത്.